വളരാൻ വെള്ളവും വളവും കൊടുത്ത മണ്ണിൽ തന്നെ ചീഞ്ഞളിയാനുള്ള അവസരമൊരുങ്ങുകയാണ് സിഖ് ഫോർ ജസ്റ്റിസിന്. സിഖ് ഫോർ ജസ്റ്റിസ് ഇനി ഭീകര സംഘടന. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകത്ത് എവിടെയിരുന്ന് ചെയ്താലും അവിടെ ഇന്ത്യ പൂട്ടിട്ടിരിക്കും എന്നതിന് മറ്റൊരു മികച്ച ഉദാഹരണം. ഭീകരവാദവും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ഇന്ത്യ വച്ചുപൊറുപ്പിക്കില്ല. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ സന്ദർശനത്തിന് പിന്നാലെ ഖാലിസ്ഥാൻ ഭീകരൻ ഗുർപത്വന്ത് സിംഗ് പന്നുവിന്റെ സിഖ് ഫോർ ജസ്റ്റിസ് ഫോറത്തെ കാനഡ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു. ഇതോടെ SFJയുടെ എല്ലാ ആസ്തികളും മരവിപ്പിക്കുകയും എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും നിരോധിക്കുകയും ചെയ്യും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി SFJ കാനഡയിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കുമെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ ഉൾപ്പെടെയുള്ള ഭീഷണികൾ ഇടയ്ക്കിടെ പുറപ്പെടുവിക്കാറുമുണ്ട്. കഴിഞ്ഞ ആഴ്ച കാനഡ സന്ദർശിച്ച അജിത് ഡോവൽ കനേഡിയൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ ഇന്ത്യയിലും കാനഡയിലും സുരക്ഷാ ക്രമസമാധാന ഏജൻസികളിൽ ലൈസൺ ഓഫീസർമാരെ വിന്യസിക്കാൻ രണ്ട് രാജ്യങ്ങളും തീരുമാനമായി. ശനിയാഴ്ച കാനഡ പ്രധാനമന്ത്രിയുടെ ഡെപ്യൂട്ടി സെക്രട്ടറിയും ദേശീയ സുരക്ഷാ ഇന്റലിജൻസ് ഉപദേഷ്ടാവുമായ നതാലി ജി ഡ്രെയിനുമായി NSA അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തി. രണ്ട് രാജ്യങ്ങളുടെയും പൗരന്മാരെ സംരക്ഷിക്കുന്നതിനായി നടന്നുകൊണ്ടിരിക്കുന്ന ചില സംരംഭങ്ങൾ, ആ സംരംഭങ്ങളുടെ പുരോഗതി എത്രത്തോളമാണെന്ന് രണ്ട് പക്ഷവും അവലോകനവും ചെയ്തു. പലതരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും പങ്ക് തെളിഞ്ഞതിനെ തുടർന്ന് 2020 ഇന്ത്യ പൻവിനെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ്. പൻവിന്റെ കൃഷിഭൂമിയും സർക്കാർ കണ്ടുകെട്ടിയിരുന്നു. പഞ്ചാബിൽ രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട 3 കേസുകളിലടക്കം 22 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഗുർപത്വന്ത് സിംഗ് പൻവൻ. ഗുർപത്വന്ത് സിംഗ് പൻവന്റെ നേതൃത്വത്തിലുള്ള നിരോധിത ഖലിസ്ഥാൻ തീവ്രവാദി സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് ന്യൂനപക്ഷങ്ങളെയും മണിപ്പൂരിലെ ജനങ്ങളെയും സ്വാധീനിച്ച് രാജ്യത്ത് വിഘടനവാദത്തിന് ശ്രമിച്ചു എന്ന് കേന്ദ്രം കണ്ടെത്തിയിരുന്നു. മുസ്ലിം, തമിഴ് വിഭാഗങ്ങളെ മണിപ്പൂരിലെ ക്രിസ്ത്യൻ വിഭാഗക്കാരെയും പ്രത്യേക രാജ്യം ആവശ്യപ്പെടാൻ സിഖ് ഫോർ ജസ്റ്റിസ് പ്രേരിപ്പിച്ചു എന്ന് ഇന്റലിജൻസ് ഏജൻസികളെ ഉദ്ധരിച്ച് കേന്ദ്രം പറയുന്നു. SFJക്ക് 2020 പ്രഖ്യാപിച്ച വിലക്ക് 5 വർഷത്തേക്ക് കൂടി നീട്ടുന്നതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗമായുള്ള ട്രൈബ്യൂണൽ വിധിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർക്കെതിരെ ഭീഷണി ഉൾപ്പെടെ SFJ ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതായും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. SFJയുടെ ഇന്ത്യ വിരുദ്ധ അജണ്ടയിലെ പ്രധാന ആയുധം വർഗീയത പറഞ്ഞ ആളുകളെ ഭിന്നിപ്പിക്കുകയും ന്യൂനപക്ഷ വിഭാഗങ്ങളെ മറ്റു വിഭാഗങ്ങൾക്ക് എതിരാക്കുകയുമാണ്. മണിപ്പൂരിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങളോട് തങ്ങൾക്ക് പ്രത്യേക രാജ്യം വേണം എന്ന ആവശ്യം SFJ പ്രേരിപ്പിച്ചു. ദ്രാവിഡ്സ്ഥാൻ രാജ്യത്തിനായി പ്രവർത്തിക്കാൻ തമിഴ്നാട്ടിലെ ചില സംഘടനകളെയും പ്രത്യേക ഉറുദുസ്ഥാൻ വേണമെന്ന് മുസ്ലിം വിഭാഗങ്ങളെയും പ്രേരിപ്പിക്കാൻ SFJ ശ്രമിച്ചിരുന്നു. ഇതുകൂടാതെ കർഷക ബില്ലുമായി ബന്ധപ്പെട്ട് ഹരിയാനയിലെയും പഞ്ചാബിലെയും കർഷകരെ പ്രകോപിപ്പിക്കുന്നതിലും ഏതാനും ദളിത് സംഘടനകളോട് തങ്ങൾക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിക്കുന്നതിലും SFJക്ക് പങ്കുണ്ടായിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും കഴിഞ്ഞ ആഴ്ച അജിത് ഡോവൽ കാനഡ സന്ദർശിച്ചതിന് ശേഷം ഇത്തരത്തിലൊരു തീരുമാനം പുറത്തു വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ലോകത്ത് എവിടെ ഭീകരവാദം ഉണ്ടായാലും, ലോകത്ത് എവിടെ ഇന്ത്യക്കെതിരെ ആരൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയാലും അവിടെ എത്തി അവിടെ വേണ്ട രീതിയിലുള്ള മറുപ്രവർത്തനങ്ങൾ നടത്തും എന്നതിന്റെ ഏറ്റവും നല്ല ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ ഈ സംഘടനയെ ഒരു ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിച്ചതിലൂടെ വെളിവാകുന്നത്. എന്തായാലും സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയെ വളരെ കാലമായി ഇന്ത്യ നോട്ടമിട്ട് വെച്ചിരിക്കുകയാണ്. ലോകത്ത് എവിടെ ഭീകരവാദത്തിന് പ്രോത്സാഹനം ലഭിച്ചാലും, ലോകത്ത് എവിടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയാലും അവിടെ ഇന്ത്യ ശക്തമായ പ്രതിപ്രവർത്തനം നടത്തിയിരിക്കും എന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാവുകയാണ് ഇത്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.